സ്റ്റുഡൻസ് വെൽക്കം ടു എ സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 4 ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് കോട്ട് വെച്ചിട്ട് ബിഗിൻ ചെയ്യാം. ദ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ഈസ് ദാറ്റ് വിച്ച് ഡസ് നോട്ട് merely give us information but makes our life in harmony with all existence. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കോട്ട് വേർഡ്സ് വെച്ചിട്ടാണ് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടൽ മാത്രമല്ല, അതിലൂടെ നമ്മളുടെ ലൈഫ് ഹാർമോണിയും എക്സിസ്റ്റൻസുമാണ്. അതായത് നമ്മൾ നിലനിൽപ്പും നമ്മളുടെ സെൻസ് ഓഫ് ഡെവലപ്മെൻറ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഇതെല്ലാം കൂടിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റിന് നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു എക്സിസ്റ്റൻസാണ്. യൂണിറ്റ് 4 ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നുള്ളതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ബൈ വെങ്കേരി മത്തായി. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് വെങ്കേരി മത്തായിൻ്റെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. വെങ്കേരി മത്തായി ഈസ് എ കെനിയൻ എൻവയറമെൻറ്റൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്. കെനിയയിലെ എൻവയറമെൻറ്റും അതേപോലെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ് Venkari Mathai. In the 1970s, Mathai founded the Green Belt Movement, an environmental non-governmental organization which focused on the planting of trees, environmental conservation and women's rights. അപ്പോൾ മത്തായി 1970 ഫൗണ്ട് ചെയ്തിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്, നോൺ ഗവൺമെൻറ്റൽ NGO ആണ്. അതായത് നമ്മളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, നല്ല ഇതിന് വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഓർഗനൈസേഷനാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ഇതെന്തിനൊക്കെ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലാന്റിങ് ട്രീസ്, മരങ്ങൾ പ്ലാന്റ് ചെയ്യുക, അതേപോലെ എൻവയൺമെൻറ്റ് കൺസേർവ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, അതേപോലെ വുമൻ റൈറ്റ്, ഈ 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. In 1986, she was awarded the Right Livelihood Award, and in 2004, she became the first African woman to receive the Nobel Prize for her contribution to sustainable development, democracy and peace. അപ്പോൾ 1986 റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2004 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വെങ്കാരി മത്തായി ആണ് ഫസ്റ്റ് വുമൻ, ആഫ്രിക്കൻ വുമൻ ടു റിസീവ് നോബൽ പ്രൈസ്. നോബൽ പ്രൈസ് കിട്ടാനുള്ള ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ ആണ്. അതേപോലെ ഫോർ ഹെർ കോൺട്രിബ്യൂഷൻ, എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയെന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്ന് മലയാളത്തിൽ പറയും. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഇതിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നാളത്തേക്കും വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് ചിലവാക്കുക. അതായത് നമ്മളുടെ എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നാളത്തെ ജനറേഷനും കൂടി അതിൻ്റെ ഉപകാരപ്പെടുമാവുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ വെള്ളമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നാളത്തേക്കും കണ്ടിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുക, മൊത്തത്തിൽ തീർക്കാണ്ട്. അങ്ങനെ ഒരു മീനിങ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇന്നൊരു എനർജി എടുക്കുന്നു ഭൂമിയിൽ നിന്നും അതേപോലെ എൻവയൺമെൻറ്റിൽ നിന്നും, നമ്മൾ ഇന്നൊരു എനർജി എടുക്കുമ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് വേണ്ടിയിട്ടല്ല, അടുത്ത ജനറേഷനും കൂടിയും അത് യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്യുക. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡെമോക്രസി ആൻഡ് പീസ്, ഈ 3 കോൺട്രിബ്യൂഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് നോബൽ പ്രൈസ് റിസീവ് ചെയ്തത്. Then, when a sapling is planted is her Nobel Prize acceptance speech at Oslo, December 10, 2004. അപ്പോൾ ഈ സാപ്ലിംഗ് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്നുള്ള ഈ സ്പീച്ച് അവർ നോബൽ പ്രൈസ് കിട്ടുമ്പോൾ മേടിക്കാൻ പോകുമ്പോൾ നടത്തിയ സ്പീച്ചാണ് കേട്ടോ. അറ്റ് ഓസ്ലോയിലാണ് സ്പീച്ച് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഓൺ 10th December 2004. അപ്പോൾ ഡേറ്റ് ഒക്കെ ഓർക്കുക, 10th December 2004 ഈ സ്പീച്ച് ഡെലിവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് നോക്കാം. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. The role played by trees in maintaining the ecological balance in the modern world is vital. ഈ പരിസ്ഥിതിയുടെ ബാലൻസ് ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മരങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്
മോഡേൺ വേൾഡിൽ, ആധുനിക ലോകത്ത് ഭയങ്കര വൈറ്റലാണ്. വൈറ്റൽ എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീസ് നമ്മളുടെ ഈ പരിസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിൻ്റെ ബാലൻസൊക്കെ കൊണ്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ട്രീസ് എന്ന് പറഞ്ഞാൽ മെയിൻ റോള് വഹിക്കുന്നുണ്ട്. ദി നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച് ബൈ വെങ്കരി മത്തായി, who nurtures a sensitive and reverential love for nature. അപ്പോൾ നേച്ചറിനോട് കാണിക്കുന്ന അവരുടെ ആ സ്നേഹവും ഇതൊക്കെ മനസ്സിലാവാൻ ഈ നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ച് ഒന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ബൈ വെങ്കരി മത്തായി. അപ്പോൾ സാപ്ലിംഗ് എന്ന് വെച്ചാൽ തൈ എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. സാപ്ലിങ്ങിൻ്റെ അർത്ഥം തൈ എന്നാണ്. അപ്പോൾ ഒരു തൈ നടുമ്പോൾ എന്നാണ് പേരിൻ്റെ മീനിങ് വരുന്നത്. ബൈ വെങ്കരി മത്തായിൻ്റെ സ്പീച്ചാണത്. അപ്പോൾ നമുക്ക് സ്പീച്ചിലോട്ട് കിടക്കാം. Your Majesties, Your Royal Highnesses, Honorable members of the Norwegian Nobel Committee, Excellences, ladies and gentlemen. അപ്പോൾ എല്ലാവരെയും അഡ്രസ്സ് ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ പൊസിഷനിൽ മേലുള്ളവരൊക്കെ യുവർ മെജസ്റ്റീസ്, ഹോണറബിൾ മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അഡ്രസ്സ് ചെയ്തിട്ടാണ് അവർ സംസാരം തുടങ്ങുന്നത്, അവരുടെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. As the first African woman to receive this prize, I accept it on behalf of the people of Kenya and Africa and indeed the world. ആദ്യത്തെ വിമൻ ആയിട്ട് ആഫ്രിക്കൻ വിമൻ ഈ പ്രൈസ് നേടാൻ ആദ്യത്തെ ആഫ്രിക്കൻ വിമൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രൈസ് കെനിയയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതേപോലെ ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഡീഡ് ദി വേൾഡ് ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും വേണ്ടിയിട്ട് ഞാൻ ഈ പ്രൈസ് ഏറ്റുവാങ്ങുന്നു. ബിഹാഫ് എന്ന വേർഡിൻ്റെ അർത്ഥം വേണ്ടി എന്നാണ്. അവർ റിപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രൈസ് മേടിക്കുന്നു എന്ന വേർഡിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ ആം എസ്പെഷ്യലി മൈൻഡ്ഫുൾ ഓഫ് വിമൻ ആൻഡ് ദി ഗേൾ ചൈൽഡ്. ഞാൻ എപ്പോഴും മൈൻഡ്ഫുൾ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ഇത് ആരെക്കുറിച്ചൊക്കെയാണ്? വിമൻസിനെ, സ്ത്രീകളെയും അതേപോലെ തന്നെ ഗേൾ ചൈൽഡിനെ, പെൺകുട്ടികളെയും കുറിച്ചാണ്. ഐ ഹോപ്പ് ഇറ്റ് വിൽ എൻകറേജ് ദം ടു റൈസ് ദെയർ വോയിസസ് ആൻഡ് ടേക്ക് മോർ സ്പേസ് ഫോർ ലീഡർഷിപ്പ്. ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഹോപ്പ് എന്നാൽ പ്രതീക്ഷിക്കുന്നു, ഇത് എൻകറേജ് ചെയ്യും. എൻകറേജ് എന്നാൽ പ്രോത്സാഹിപ്പിക്കും. ആരെ പ്രോത്സാഹിപ്പിക്കും? ഈ വിമൻസിനെയും അതേപോലെ ഗേൾ ചൈൽഡിനെയും പ്രോത്സാഹിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ട്? റേസ് ദെയർ വോയിസ്, അവരുടെ ശബ്ദം ഉയർത്താനും അതുപോലെ തന്നെ അവർക്ക് ലീഡർഷിപ്പ്, മുന്നിലോട്ട് വരാനുള്ളൊരു പ്രചോദനം എന്നുള്ള രീതിയിൽ ഞാൻ ഈ പ്രൈസ് ഏറ്റുമേടിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. My inspirations come from my childhood experiences and observations of nature in rural Kenya. അപ്പോൾ എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ പ്രചോദനം. ഓക്കെ, എനിക്ക് പ്രചോദനമായതെന്ന് വെച്ചാൽ എൻ്റെ ബാല്യകാലത്തുള്ള കുറേ എക്സ്പീരിയൻസസും അതേപോലെ ഒബ്സർവേഷനും നിരീക്ഷണങ്ങളുമാണ്. എന്തിനെക്കുറിച്ചുള്ള നിരീക്ഷണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നാച്ചറിനെ, പ്രകൃതിനെ കുറിച്ച് അവരുടെ ബാല്യകാലത്തിലുള്ള കുറേ നിരീക്ഷണങ്ങളും എക്സ്പീരിയൻസുമാണ് അവർക്ക് പ്രചോദനമായതെന്നാണ് പറയുന്നത്. As I was growing up, I witnessed forests being cleared and replaced by commercial plantations which destroyed local biodiversity and the capacity of the forest to conserve water. ഞാൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിറ്റ്നസ് ചെയ്തു, ഞാൻ സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ട്. വിറ്റ്നസ്ഡ് എന്ന് പറഞ്ഞാൽ സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ട്. എന്തിനു സാക്ഷിയാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്? ഫോറസ്റ്റ് ക്ലിയർ ചെയ്യുക, അതായത് ഫോറസ്റ്റ് വെട്ടി നശിപ്പിക്കുന്നതും അവിടെ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ വെക്കുന്നതിനൊക്കെ, അതായത് പ്ലാന്റേഷൻ എന്ന് വെച്ചാൽ തോട്ടങ്ങളാക്കുക, നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ കൃഷി ചെയ്യാനും ഒക്കെ ഫോറസ്റ്റ് നശിപ്പിച്ചുകൊണ്ട് ആളുകൾ തുടങ്ങുന്നതിന് ഞാൻ സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ട്. അത് എന്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു? നമ്മളെ ബയോഡൈവേഴ്സിറ്റിനെയും അതേപോലെ വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള, മരങ്ങളുടെ വേരുണ്ടെങ്കിലാണല്ലോ വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റുക. ഈ മരങ്ങളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ വേരുകളില്ലാത്തതുകൊണ്ട് തന്നെ ഭൂമിക്ക് വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള, റിസർവ് ചെയ്യാനുള്ള, വെള്ളം പിടിച്ചു വെക്കാനുള്ള കുറേ കഴിവുകൾ ഇല്ലാണ്ടാവും. അപ്പോൾ അതൊക്കെ ഇല്ലാതായിട്ടുണ്ട് ഈ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതുകൊണ്ട്. In 1977, when we started the Green Belt movement, I was partly responding to the need identified by rural women, namely lack of firewood, clean drinking water, balanced diets, shelter and income. ഞാൻ
1977 ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് തുടങ്ങുമ്പോൾ എന്തിനൊക്കെയാണ് മെയിൻലി പ്രതികരിക്കേണ്ടി വന്നിട്ടുള്ളത്? റെസ്പോണ്ടിങ് എന്ന് വെച്ചാൽ പ്രതികരിക്കുക എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ റൂറൽ വിമൻസിൻ്റെ അവർക്ക് ഫയർവുഡ് ഇല്ല, കത്തിക്കാൻ നല്ല വിറകുകളില്ല, അതേപോലെ ക്ലീൻ വാട്ടർ ഇല്ല, വെള്ളം കുടിക്കാൻ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളവും ഇല്ല, അതേപോലെ ബാലൻസ്ഡ് ഡയറ്റ് ഇല്ല, അവർക്ക് ഷെൽട്ടർ ഇല്ല, ഒരു വരുമാനം ഇൻകമും ഇല്ല. ഇതിനൊക്കെയാണ് ഞാൻ പ്രതികരിക്കേണ്ടി വന്നിട്ടുള്ളത് ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. Throughout Africa, women are the primary caretakers, holding significant responsibility for tilling the land and feeding their families. അപ്പോൾ ആഫ്രിക്ക ഉടനീളം ഈ സ്ത്രീകളാണ് പ്രൈമറി ആയിട്ടുള്ള കെയർടേക്കേഴ്സ് എന്ന് വെച്ചാൽ പരിചാരകർ. ഓക്കെ, അപ്പോൾ അവരാണ് മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ഹോൾഡിങ് സിഗ്നിഫിക്കൻ്റ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ സ്ത്രീകളുടെ മേലാണുള്ളത്. ഫോർ ടില്ലിംഗ് ദി ലാൻഡ് എന്ന് വെച്ചാൽ നിലം ഉഴുന്നതിനാണ് നമ്മൾ ടില്ലിംഗ് ദി ലാൻഡ് എന്ന് പറയുന്നത്. അത് മുതൽ ഫാമിലിനെ ഫീഡ് ചെയ്യുന്ന ഭക്ഷണം ഫാമിലിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും അതേപോലെ അവരുടെ ഫാമിലിനെ ഫീഡ് ചെയ്യാനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും വിമൻ്റെ മേലിലാണ്. As a result, they are often the first to become aware of the environmental damage as resources become scarce and they are incapable of sustaining their families. ആ ഒരു കാരണം, അതായത് വിമൺ ആണ് മെയിൻ ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഫീഡിങ്ങിനും അതേപോലെ ബാക്കിയുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവരുടെ മേലായതുകൊണ്ട് തന്നെ അവർ ത്രൂ ആണ് ഫസ്റ്റിൽ നമ്മുടെ എൻവയൺമെൻറ്റിനെ, ഈ പരിസ്ഥിതിൻ്റെ ഈ ഡാമേജിനെ നമ്മൾ അറിയപ്പെട്ടത്. എങ്ങനെയാണ് അത് അറിഞ്ഞത്? ഈ റിസോഴ്സസ്, അവർക്ക് വേണ്ട കാര്യങ്ങൾക്കുള്ള റിസോഴ്സസ് ഒക്കെ സ്കെയർ എന്ന് വെച്ചാൽ ഇല്ലാതായി. അതുപോലെ തന്നെ അവരുടെ ഫാമിലീസിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ളൊരു വക, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു നിലനിൽക്കാനുള്ളൊരു വക ഇല്ലാതാവുന്നതും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. The women we worked with recounted that unlike in the past there were incapable to meet their basic needs. Women അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന വിമൻസ് ഒക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, റീകൗണ്ടഡ് എന്ന് വെച്ചാൽ വിവരിച്ചു. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളൊക്കെ വിവരിക്കുകയാണ്. മുമ്പത്തെ പോലെ ഒന്നല്ല, നമുക്ക് ബേസിക് ആയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ പോലും ലൈക്ക് നല്ല ഫുഡ്, നല്ല ഷെൽട്ടർ, അതേപോലെ നല്ല വരുമാനം, ഇതൊന്നും ഇല്ലാതെ ആവുന്ന ഒരു അവസ്ഥ അവർ കാണേണ്ടി വന്നു. ദിസ് വാസ് ഡ്യൂ ടു ദി ഡീഗ്രഡേഷൻ ഓഫ് ദെയർ ഇമ്മീഡിയറ്റ് എൻവയൺമെന്റ് ആസ് വെൽ ആസ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് വിച്ച് റീപ്ലേസ് ദ ഗ്രോയിങ് ഓഫ് ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. ഡിഗ്രഡേഷൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വില കുറച്ച് കാണും, നമ്മളുടെ എൻവയൺമെൻറ്റിനെ നമ്മൾ ഇല്ലായ്മയിലോട്ട് ആക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ആസ് വെൽ ആസ് ഇൻട്രൊഡക്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്, ഈ കൊമേഴ്ഷ്യൽ ഫാമിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതായത് വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഈ തോട്ടങ്ങൾ ഉണ്ടാവുമല്ലോ, പല തരത്തിലുള്ള തോട്ടങ്ങൾ, ഏലത്തോട്ടം, അതേപോലെ നമ്മളുടെ കാപ്പിത്തോട്ടം, അതുപോലെ തന്നെ തേയിലത്തോട്ടം, ഇതൊക്കെ ഇങ്ങനത്തെ തോട്ടങ്ങളുടെ വരവും കാരണമാണ് ഈ ഫോറസ്റ്റിൻ്റെ നശീകരണം, എൻവയൺമെൻറ്റിൻ്റെ നശീകരണം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി. വിച്ച് റീപ്ലേസ് ദ ഗ്രോയിങ് ഓഫ് ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സിൻ്റെ ഗ്രോയിങ് ഒക്കെ അവിടെ റീപ്ലേസ് ചെയ്യപ്പെട്ടു. അവർക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ക്രോപ്സൊക്കെ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ട് അവിടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഫാമിങ് വന്നു. ബട്ട് international trade controlled the price of the exports from these small scale farmers and the reasonable and just could not be guaranteed. അപ്പോൾ ഇങ്ങനത്തെ ഫാമിങ്ങിൻ്റെ, ഇങ്ങനത്തെ ക്രോപ്സിൻ്റെ ഒക്കെ പ്രൈസ് നിർണ്ണയിച്ചിരുന്നത് ഇന്റർനാഷണൽ ട്രേഡാണ്. ഈ ചെറുകിട സ്മാൾ സ്കെയിൽ ഫാമേഴ്സ് എന്ന് വെച്ചാൽ ചെറുകിട കൃഷിക്കാരുടെ ഇങ്ങനത്തെ പ്രൈസിങ്, ഇങ്ങനത്തെ ഫാമിങ്ങിൽ നിന്നുള്ള എക്സ്പോർട്ട് പ്രൈസൊക്കെ തീരുമാനിച്ചിരുന്നത് ഇന്റർനാഷണൽ ട്രേഡാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് റീസണബിൾ ആയിട്ടുള്ള, അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം ഗ്യാരണ്ടീഡ് അല്ലായിരുന്നു, അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. I came to understand that when the environment is destroyed, plundered or mismanaged, we undermine the quality of our life and that of future generation. നമ്മൾ ഈ എൻവയൺമെൻറ്റ്, നമ്മൾ ഈ പരിസ്ഥിതിയെ ഇല്ലായ്മ ചെയ്യുമ്പോൾ, പ്ലാന്റോഡ് എന്ന് വെച്ചാൽ കൊള്ളയടിക്കുക, നമ്മൾ പരിസ്ഥിതിയെ ഇല്ലാതെയാക്കി അതിനൊക്കെ ചൂഷണങ്ങൾ ചെയ്യുമ്പോൾ, മിസ്മാനേജ്ഡ് എന്ന് വെച്ചാൽ തെറ്റായി കൈകാര്യം ചെയ്യുക എന്നാണ് മിസ്മാനേജ്മെൻറ്റിന് അർത്ഥം. പ്ലൻഡേർഡ് എന്ന് വെച്ചാൽ നമ്മൾ
കൊള്ളയടിക്കുക, അതിനാണ് പ്ലൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എൻവയൺമെൻറ്റിന് ഓരോ ചൂഷണങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ ആണ് നമ്മൾ അണ്ടർമൈൻ ചെയ്യണത്, അതായത് ഇല്ലാതെ ആക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരാൻ പോകുന്ന ഭാവി തലമുറയുടെയും ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട് എന്ന് പറയും. Tree planting became a natural choice to address some of the initial basic need identified by women. അവരുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് അവർക്ക് ട്രീ പ്ലാന്റിങ് തുടങ്ങേണ്ടി വന്നു. നാച്ചുറൽ ചോയ്സ് ആയി മാറി. ഫസ്റ്റത്തെ അവരുടെ ഇനീഷ്യൽ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ അവരുടെ കാര്യം എന്തായി മാറി, ട്രീ പ്ലാന്റിങ് തുടങ്ങുക എന്നുള്ളതായി മാറി. Also, tree planting is simple, attainable and guarantees quick successful result within a reasonable amount of time. ട്രീ പ്ലാന്റിങ് ഇനീഷ്യലായിട്ട് അവരെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് സിമ്പിളാണ്, ഒരു ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. അറ്റൈനബിൾ ആണ്, പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഗ്യാരണ്ടീസ് എ ക്വിക്ക് സക്സസ്ഫുൾ റിസൾട്ട്, നമുക്ക് വിജയകരമായൊരു റിസൾട്ട് തന്നെ ചെറിയ ഡ്യൂറേഷനുള്ളിൽ, ചെറിയ സമയത്തിനുള്ളിൽ കിട്ടുന്ന കാര്യമാണ് ഈ ട്രീ പ്ലാന്റിങ് എന്ന് പറയുന്നത്. റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അതിനെ ചെറിയ സമയത്തിനുള്ളിൽ എന്ന് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് സസ്റ്റെയിൻസ് ഇൻട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം, അതേപോലെ അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ പ്രതിബദ്ധത ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു ട്രീ പ്ലാന്റിങ് അവരിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി, പ്രതിബദ്ധത ഉണ്ടാക്കി. നെക്സ്റ്റ്, together we have planted over 30 million trees that provided fuel, food, shelter and income to support our children's education and household needs. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് 30 മില്യൺ ട്രീസ് പ്ലാന്റ് ചെയ്തു. അതിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് ഫ്യൂവൽ കിട്ടി, ഞങ്ങൾക്ക് വേണ്ട ഫ്യൂവൽ കിട്ടി. ഫ്യൂവൽ എന്ന് വെച്ചാൽ ഇന്ധനം കിട്ടി, അതേപോലെ ഫുഡ് കിട്ടി, ഭക്ഷണം കിട്ടി, ഷെൽട്ടർ കിട്ടി. ഷെൽട്ടർ പറഞ്ഞാൽ താമസിക്കാനൊരു ഇടം അല്ലെങ്കിൽ അഭയം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇൻകം, വരുമാനവും കിട്ടി. ഇതിലൂടെ ഞങ്ങൾക്ക് എന്തിനു പറ്റി, ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് ഇത്, അതായത് ഈ വരുമാനം എടുത്തിട്ട് ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിനും അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് നീഡ്സിനും വീട്ടു കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. ദ ആക്ടിവിറ്റി ഓൾസോ ക്രിയേറ്റ്സ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇംപ്രൂവ് സോയിൽ ആൻഡ് വാട്ടർ ഷെയ്ഡ്. അപ്പോൾ ഈ ആക്ടിവിറ്റി, അതായത് ട്രീ പ്ലാന്റ് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റിയിലൂടെ അവർക്ക് എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ തൊഴിൽ കിട്ടി, അതേപോലെ സോയിൽ മണ്ണിനെ നന്നാക്കി, അതേപോലെ വാട്ടർ ഷെഡ്സും ഉണ്ടായി. വാട്ടർ ഷെഡ്സ് എന്ന് വെച്ചാൽ നീർത്തടങ്ങൾ, അതായത് നമ്മൾ പല നദികളിലോട്ടും ഒക്കെ ഈ നമ്മളുടെ ജലസ്രോതസ്സുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെയാണ് വാട്ടർ ഷെഡ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഉണ്ടാവാൻ കാരണമായി ഈ പ്ലാന്റിങ് ട്രീസ് പ്ലാൻ ചെയ്തുകൊണ്ട്. ഇനീഷ്യലി ദ വർക്ക് വാസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ദേ were unaware that a degraded environment leads to a scramble for scarce resources and may accumulate in poverty and even conflict. അപ്പോൾ ആദ്യമൊക്കെ ഇനീഷ്യലി എന്ന് വെച്ചാൽ ഫസ്റ്റൊക്കെ ആദ്യമൊക്കെ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു, വർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ബിക്കോസ് ദേ വെർ അൺഅവെയർ എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ലായിരുന്നു എന്ത് ഈ ഡീഗ്രേഡഡ് എൻവയൺമെൻറ്റ്, ഈ പരിസ്ഥിതി, ഡീഗ്രേഡഡ് ആയിട്ടുള്ള പരിസ്ഥിതി, അതായത് ഒന്നുമില്ലാത്ത ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള ഈ പരിസ്ഥിതി എന്തിന് കാരണമാവും, ലീഡ്സ് എന്ന് വെച്ചാൽ കാരണമാവും. ഇത് സ്ക്രാമ്പിൾ എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ മത്സരം എന്നൊക്കെ പറയും. ഫോർ സ്കെയർ റിസോഴ്സസ് ഇല്ലാത്തത്. സ്കെയർ റിസോഴ്സസ് എന്ന് വെച്ചാൽ കുറഞ്ഞ വിഭവങ്ങളുള്ള ഈ ഒരു ഡീഗ്രേഡ് ചെയ്യപ്പെട്ട എൻവയൺമെൻറ്റ്, ഇല്ലായ്മയിൽ നിന്നുള്ള ആ എൻവയൺമെൻറ്റ് ഒരു കോമ്പറ്റീഷൻ അവർ എമങ്ങുണ്ടാക്കി. അതായത് കാരണം സാധനങ്ങൾ കുറവാണ് അവിടെ, ഇവർക്ക് വേണ്ട സാധനങ്ങൾ ആ ഒരു പരിസ്ഥിതിയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ തമ്മിൽ തന്നെ മത്സരമായി, അതിനു വേണ്ടിയിട്ട് മത്സരങ്ങളായി. അപ്പോൾ അത് എന്തിനോട് ലീഡ് ചെയ്തു, പ്രോവേർട്ടിയും അതേപോലെ കോൺഫ്ലിക്റ്റും. അവരെമങ്ങ് തന്നെ അത് പ്രോവേർട്ടിയിലോട്ടും അതേപോലെ അവരെമങ്ങ് കോൺഫ്ലിക്റ്റിലോട്ടും ആ ഒരു മത്സരം ലീഡ് ചെയ്തു. ഇവിടെ പ്രോവേർട്ടി എന്ന് വെച്ചാൽ ദാരിദ്ര്യം, കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ സംഘർഷം. അവരെങ്ങനെ സംഘർഷങ്ങളും അതേപോലെ ദാരിദ്ര്യവും ഉണ്ടാവാൻ കാരണമായി. ഈ എൻവയൺമെൻറ്റിൽ നമ്മൾ പരിസ്ഥിതി നശിപ്പിച്ചാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഉണ്ടാവും. അത് തന്നെയാണ് ഇതിലും വെളിപ്പെടുത്തുന്നത്. ദേ വേർ ഓൾസോ അൺഅവെയർ ഓഫ് ദി ഇൻജസ്റ്റിസ് ഓഫ് ഇൻ്റർനാഷണൽ എക്കണോമിക് അറേഞ്ച്മെൻറ്റ്. പിന്നെ അവരും അൺഅവെയർ ആയിരുന്നു, എന്തിനെക്കുറിച്ചും അവർക്കറിയില്ലായിരുന്നു. ഇൻ്റർനാഷണൽ എക്കണോമിക് അറേഞ്ച്മെൻറ്റിൻ്റെ ഇൻജസ്റ്റിസിനെ കുറിച്ചും അവർക്ക് അറിവില്ലായിരുന്നു. Later, they became aware of the widespread destruction of the ecosystem, especially through deforestation, climate instability, and contamination of soil and water.
all contributed to excruciating poverty and subsequent riots. അപ്പോൾ പിന്നീടാണ് അവർ അവെയർ ആയത്. അവെയർ എന്ന് വെച്ചാൽ അവർ ബോധവാന്മാരായത് എന്തിനെക്കുറിച്ച്? ഡിസ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ നാശം, എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥ. ഈ ആവാസ വ്യവസ്ഥയുടെ നശീകരണത്തിനെ കുറിച്ചൊക്കെ പിന്നീടാണ് അവർ ബോധവാന്മാരായത്. ഇതിനൊക്കെ കാരണമാവുന്ന എന്താണ്? ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ വനനശീകരണം, അതേപോലെ ക്ലൈമറ്റ് ഇൻസ്റ്റെബിലിറ്റി, നമ്മളുടെ ക്ലൈമറ്റിൽ വരുന്ന കുറേ മാറ്റങ്ങൾ, അതേപോലെ കണ്ടാമിനേഷൻ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ. കണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ മലിനീകരണം നമ്മളുടെ മണ്ണും അതേപോലെ വെള്ളവും ഒക്കെ മലിനീകരിച്ചതും അവർ ഇതിനെക്കുറിച്ചൊക്കെ പിന്നീടാണ് അവെയർ ആയത്. ഓൾ കോൺട്രിബ്യൂട്ടഡ് ടു, ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തിനോടാണ്? എല്ലാതും ഇതിനോടൊക്കെ കാരണക്കാരനായിട്ട് വരുന്നതാണ് ഈ പ്രോവേർട്ടിയും ദാരിദ്ര്യം അതേപോലെ റിയോട്ട്സും. റിയോട്ട് എന്ന് വെച്ചാൽ കലാപം. അപ്പോൾ ഇത് മൂലമുണ്ടായതാണ് ഈ കലാപവും അതേപോലെ ദാരിദ്ര്യമൊക്കെ. അതേപോലെ തന്നെ എക്സ്ക്രൂസിയേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ പറയുക, അസഹനീയമായതെന്നാണ് അർത്ഥം വരുന്നത്. അതായത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറം ദാരിദ്ര്യവും അതേപോലെ ഈ പ്രശ്നങ്ങളും ഉണ്ടായത് ഇതിന് ഒക്കെ ഈ ഡീഫോറസ്റ്റേഷൻ കാരണമാണ്. Although initially the Green Belt movement's trees planting activities did not address issues of democracy and peace, it soon became clear that a responsible governance of the environment was impossible without democratic space. ആൾദോ മുന്നേ ഒന്നും ഞങ്ങളുടെ ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രീ പ്ലാന്റിങ് ആക്ടിവിറ്റീസിൽ മാത്രമേ ഫോക്കസ് ചെയ്തിരുന്നുള്ളൂ. അത് ഫോക്കസ് ചെയ്യുന്ന ആ ടൈമിലൊന്നും ഞങ്ങൾ അഡ്രസ്സ് എന്ന അഭിസംബോധന ചെയ്യുക. അഡ്രസ്സ് ഓക്കെ. ഡെമോക്രസി ആൻഡ് പീസ്, ജനാധിപത്യവും അതേപോലെ സമാധാനം എന്നുള്ള ഇഷ്യൂലൊന്നും ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നില്ല അന്ന് ആ ടൈമിലൊക്കെ. പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് റെസ്പോൺസിബിൾ ഗവേണൻസ് ഓഫ് ദി എൻവയൺമെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് എൻവയൺമെൻറ്റ് പരിസ്ഥിതി ശരിക്ക് അതിനെ റെസ്പോൺസിബിളായി അതിനെ ഗവേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ശരിക്കും നോക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഡെമോക്രാറ്റിക് സ്പേസ് നമുക്ക് വേണം എന്നുള്ളത് മനസ്സിലാക്കിയത് പിന്നീടാണ്. Therefore, the tree became a symbol for the democratic struggle in Kenya. അങ്ങനെയാണ് ട്രീ എന്നുള്ളത് ഡെമോക്രാറ്റിക് സ്ട്രഗിളിനെ റിപ്രസെൻ്റ് ചെയ്തൊരു സിമ്പിളായി മാറിയത് കെനിയയിൽ ഇപ്പോൾ നീതിയും ന്യായമൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഈ ട്രീനെ അവരൊരു സിമ്പിളാക്കി. സിറ്റിസൺസ് were mobilized to challenge widespread abuse of power, corruption and environmental mismanagement. അർത്ഥം അപ്പോൾ അവിടെ നടക്കുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക്, അബ്യൂസുകൾക്ക് എന്തൊക്കെയാണ്? പവർ, അതേപോലെ കറപ്ഷൻസ്, എൻവയൺമെൻറ്റ് മിസ്മാനേജ്, എൻവയൺമെൻറ്റിനെ ഡീഗ്രേഡ് ചെയ്യുക, പവറിനെ മിസ്യൂസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകൾ, അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ സിറ്റിസൺസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി അതിനുശേഷം. Next, in time, the tree also became a symbol for peace and conflict resolution, especially during ethnic conflict. എന്താ പറയുക, ഈ ട്രീ എന്ന് പറയുന്നത് പിന്നീട് അവിടെ ഒരു സമാധാനത്തിൻ്റെതും അതേപോലെ സംഘർഷങ്ങളുടെ ഒരു അവസാനം, ഒരു സമാധാനം കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായി മാറി. എക്സ്പെഷ്യലി ഡ്യൂറിങ് എത്നിക് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ വംശീയ സംഘർഷം എന്നാണ് എത്നിക് കോൺഫ്ലിക്റ്റിൻ്റെ അർത്ഥം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ മരം എന്നുള്ളത് അവിടെ ഒരു സമാധാനത്തിൻ്റെ ഒരു അടയാളമാണ്. യൂസിങ് ട്രീസ് ആസ് എ സിമ്പിൾ ഓഫ് പീസ്, ഇറ്റ് ഈസ് കീപ്പിംഗ് വിത്ത് എ വൈഡ് സ്പ്രെഡ് ആഫ്രിക്കൻ ട്രഡീഷൻ. പണ്ട് മുതലേ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു ട്രഡീഷനാണ് മരങ്ങളെ സമാധാനത്തിൻ്റെ സിമ്പിൾ ആക്കുന്നത്, ഒരു അടയാളമാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ എൽഡേഴ്സ് ഓഫ് ദി കിക്കിയു ക്യാരിഡ് എ സ്റ്റെഫ് ഫ്രം ദി തിഗി ട്രീ ദാറ്റ് വെൻ പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു ഡിസ്പ്യൂട്ടിംഗ് സൈഡ്സ് കോസ്ഡ് ദം ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ് ആൻഡ് സീക്ക് റീകൺസിലിയേഷൻ. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാണ്, പണ്ട് മുതലേ ഇങ്ങനെ മരങ്ങളെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനൊരു ഉദാഹരണം പറയാണ്. ഈ കിക്കിയു അവധിയിലുള്ള എൽഡേഴ്സ്, അവധിയിലുള്ള മുതിർന്നവർ ഒരു തിഗി പറഞ്ഞ ട്രീൻ്റെ ഒരു കോല്, അത് രണ്ടുപേര് തർക്കിക്കുകയാണ് വിചാരിച്ചോ, തർക്കിക്കണത് കണ്ടാൽ ആ സ്ഥലത്ത് അത് അവർ കൊണ്ടുപോയി വെക്കും. അതിനർത്ഥം അതങ്ങനെ വച്ച് കഴിഞ്ഞാൽ അവർ ആ തർക്കം നിർത്തണം. അതേപോലെ സീക്ക് റീകൺസിലിയേഷൻ എന്ന് വെച്ചാൽ പൊരുത്തപ്പെടുക,
ചെയ്യിപ്പിക്കൽ എന്നാണ്. അപ്പോൾ അവർ ആ തർക്കം നിർത്തിയിട്ട് പൊരുത്തപ്പെടണം അങ്ങോട്ടും ഇങ്ങോട്ടും. സച്ച് പ്രാക്ടീസസ് are part of an extensive cultural heritage which contribute both to the conservation of habitats and to culture of peace. ഇങ്ങനത്തെ ഹാബിറ്റ്സ് പണ്ട് മുതൽ തന്നെ അവിടെ ഒരു കൾച്ചറൽ ഹാബിറ്റായിട്ട് ഹെറിറ്റേജ് ആയിട്ട് അവർ കൊണ്ട് നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഹാബിറ്റ്സ്, അതായത് ഇങ്ങനത്തെ മരങ്ങളെ അവർ സിമ്പിളാക്കിയിട്ടുള്ളത്. അതിലൂടെ എന്തൊക്കെ ഉണ്ടാവും? കൺസർവേഷൻ ഓഫ് ഹെബിറ്റേറ്റ്സ് എന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം, അതേപോലെ കൾച്ചർ ഓഫ് പീസ്, എന്താ പറയുക, നമ്മളുടെ സമാധാനത്തിനെ നിലനിർത്തുക. ഇതൊക്കെയാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എക്സലൻസസ്, ഫ്രണ്ട്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. പിന്നെ അവർ അഡ്രസ്സ് ചെയ്യാണ് അവിടെ ആ സ്റ്റേജിലിരിക്കുന്ന ഓരോരുത്തരെയും പിന്നെ അഡ്രസ്സ് ചെയ്യാണ്. എക്സലൻസസ്, ഫ്രണ്ട്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നൊക്കെ വിളിച്ചിട്ട്. ഇറ്റ് ഈസ് 30 years സിൻസ് വി സ്റ്റാർട്ടഡ് ദിസ് വർക്ക്. ഈ വർക്ക് ഞങ്ങൾ തുടങ്ങിയിട്ട് 30 വർഷമായി. ആക്ടിവിറ്റീസ് ദാറ്റ് ഡൈവേഴ്സ്റ്റേറ്റ് ദ എൻവയൺമെന്റ് ആൻഡ് സൊസൈറ്റീസ് കണ്ടിന്യൂ അൺഅബേറ്റഡ്. അതായത് ഇതുപോലത്തെ ആക്ടിവിറ്റീസ്, അതായത് നമ്മളുടെ എൻവയൺമെന്റിനെ നശിപ്പിക്കുന്ന, ഡൈവേഴ്സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നശിപ്പിക്കുക, എൻവയൺമെന്റിനെയും സൊസൈറ്റിനെയും നശിപ്പിക്കുന്ന ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അൺഅബേറ്റഡ് എന്ന് വെച്ചാൽ നിർത്തലില്ലാതെ. ഇപ്പോഴും ഈ ആക്ടിവിറ്റീസിന്, അതായത് ഈ എൻവയൺമെന്റിനെയും സൊസൈറ്റിനെയും നശിപ്പിക്കുന്ന ആക്ടിവിറ്റീസിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. Today we are facing with a challenge that calls for a shift in our thinking so that humanity stop threatening its life supporting system. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ചിന്തകളിൽ ഒരു മാറ്റമാണ്, ഷിഫ്റ്റാണ്. നമ്മളുടെ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ചിന്തകളിൽ നിന്ന് ഒരു മാറ്റമാണ് വേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമാനിറ്റി സ്റ്റോപ്പ് ത്രെട്ടനിങ് എന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തൽ, ഓക്കെ, അല്ലെങ്കിൽ പേടിപ്പെടുത്തൽ എന്നൊക്കെ. അപ്പോൾ ഈ നമ്മളുടെ മനുഷ്യഗണം നമ്മളുടെ ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റത്തിനെ, നമ്മളുടെ ജീവന് നിലനിർത്തി കൊണ്ടുപോകുന്ന സിസ്റ്റത്തെ ത്രെട്ടൺ ചെയ്യുന്ന, അതായത് നമ്മളുടെ പരിസ്ഥിതിയൊക്കെ നമ്മൾ ത്രെട്ടൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. ആ തിങ്കിങ് ആണ് നമ്മൾ ഇതിൽ മാറേണ്ടത് എന്ന് പറയുന്നു. വി ആർ കോൾഡ് ടു അസിസ്റ്റ് ദ എർത്ത് ടു ഹീൽ ഹെർ വൂൺസ് ആൻഡ് ഇൻ ദി പ്രോസസ് heal our own. Indeed, to embrace the whole of the creation in all its diversity, beauty and wonder. അപ്പോൾ നമ്മൾ എർത്തിനെ ഹീൽ ചെയ്യാൻ, അതിൻ്റെ മുറിവുകളെ ഉണക്കാൻ, ഹീൽ എന്ന് പറഞ്ഞാൽ ഉണക്കുക എന്നാണ് കേട്ടോ, വൂണ്ട് എന്ന് പറഞ്ഞാൽ മുറിവുകൾ. അപ്പോൾ എർത്തിൻ്റെ മുറിവുകളെ നമ്മൾ ഉണക്കാൻ ശ്രമിക്കുമ്പോൾ ആ പ്രോസസ്സിൽ നമ്മൾ എർത്തിൻ്റെ മുറിവുകൾ മാത്രമല്ല ഉണക്കണത്, ഹീൽ അവർ ഓൺ, നമ്മളുടെ മുറിവുകളും കൂടിയാണ് ഉണക്കുന്നത്. ഇൻഡീഡ് ടു എംബ്രാസ് ദി ഹോൾ ഓഫ് ക്രിയേഷൻ ഇൻ ഓൾ ഇറ്റ്സ് ഡൈവേഴ്സിറ്റി, ബ്യൂട്ടി ആൻഡ് വണ്ടർ. നമ്മളുടെ മൊത്തം ക്രിയേഷൻ്റെ ഡൈവേഴ്സിറ്റിയും ബ്യൂട്ടിയും വണ്ടറും ഒക്കെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. എംബ്രാസ് എന്ന് വെച്ചാൽ ആലിംഗനം ചെയ്യുക, സ്വീകരിക്കുക എന്നൊക്കെയാണ് എംബ്രാസ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അതിൻ്റെ ബ്യൂട്ടിനെ, നമ്മളുടെ ക്രിയേഷനെ, നമ്മളുടെ ഫുൾ എർത്തിൻ്റെ ബ്യൂട്ടിനെ നമ്മൾ അംഗീകരിക്കാനും എന്താ പറയുക, ഇപ്പോൾ അതിനെ സ്വീകരിക്കാനും റെഡി ആയിരിക്കണം. ദിസ് വിൽ ഹാപ്പൻ ഓൺലി ഇഫ് വി സീ ദ നീഡ് ടു റിവൈവ് അവർ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ടു എ ലാർജ് ഫാമിലി ഓഫ് ലൈഫ് വിത്ത് വിച്ച് വി ഹാവ് ഷെയർഡ് അവർ എവല്യൂഷണറി പ്രോസസ്. അത് സാധ്യമാകുക എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അംഗീകരിക്കാൻ, ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവുക എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ വൈഡായിട്ടുള്ള ഒരു ഫാമിലിയാ എന്നുള്ളത് ചിന്തിക്കണം. അതായത് നമ്മൾ ഇത് സാധ്യമാകുക, നമ്മൾക്ക് ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളുടെ ചിന്താഗതിയൊക്കെ മാറുക എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, നമ്മളൊരു വൈഡായിട്ടുള്ളൊരു വേൾഡാണ് എന്ന് മനസ്സിലാക്കണം. റിവൈവ് എന്ന് വെച്ചാൽ പുനർജീവിപ്പിക്കുക എന്നാണ് കേട്ടോ. നമ്മളുടെ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്സിനെ, നമ്മളുടെ ബിലോങ്ങിങ്നെസ്സിനെ നമ്മൾ വൈഡായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കണം. Then next, there can be no peace without equitable development, and there can be no development without sustainable management of the environment in a democratic and peaceful space. അപ്പോൾ എന്താ പറയുക, ഒരു ഇക്വിറ്റബിൾ ഡെവലപ്മെന്റ് ഇല്ല, ഒരു തുല്യമായ ഒരു ഡെവലപ്മെന്റ് ഇല്ലാതെ ഒരു സമാധാനം ഉണ്ടാവില്ല, അവിടെ ഒരു പീസ് ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ആൻഡ് നോ ഡെവലപ്മെന്റ് വിത്തൗട്ട് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് എൻവയൺമെന്റിന് സുസ്ഥിരമായിട്ടുള്ള ഇതിന്റെ മേൽനോട്ടം ഇല്ലെങ്കിൽ അവിടെ വേറെ ഡെവലപ്മെന്റും ഉണ്ടാവില്ല. അതായത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സമാധാനം ഉണ്ടെങ്കിലേ വളർച്ച ഉണ്ടാവുള്ളൂ. വളർച്ച വേണമെങ്കിൽ എന്ത് വേണം? നമ്മളെ എൻവയൺമെന്റ്, പരിസ്ഥിതിനെ നമ്മൾ സംരക്ഷിക്കുകയും വേണം. ദിസ് ഷിഫ്റ്റ് ഈസ് ആൻ ഐഡിയ ഹൂസ് ടൈം ഹാസ് കം.
ഈ ഒരു ഐഡിയയിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇൻ ദി കോഴ്സ് ഓഫ് ഹിസ്റ്ററി ദർ കംസ് എ ടൈം വെൻ ഹ്യൂമാനിറ്റി ഈസ് കോൾഡ് ടു ഷിഫ്റ്റ് ടു എ ന്യൂ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ടു റീച്ച് എ ഹയർ മോറൽ ഗ്രൗണ്ട്, എ ടൈം വെൻ വി ഹാവ് ടു ഷെഡ് അവർ ഫിയേഴ്സ് ആൻഡ് ഗിവ് ഹോപ്പ് ടു ഈച്ച് അതർ. അപ്പോൾ സമയം എത്തിക്കഴിഞ്ഞു. നമ്മളുടെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം എന്ത് ചിന്തിക്കണം, നമ്മളെ ഒരു പുതിയൊരു ലെവലിലോട്ട് ചിന്തിക്കേണ്ട ടൈം എത്തിക്കഴിഞ്ഞു. അതായത് പുതിയ ലെവലിൽ ബോധവാന്മാരാവേണ്ട ഒരു ടൈം എത്തിക്കഴിഞ്ഞു. കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ ബോധമുള്ളത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ പുതിയ ലെവലിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ടൈം എത്തിക്കഴിഞ്ഞു. ടു റീച്ച് എ ഹയർ മൊറൽ ഗ്രൗണ്ട്, നല്ലൊരു ധാർമ്മികതയിൽ എത്തിപ്പെടണമെങ്കിൽ, മൊറൽ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ധാർമ്മിക അടിസ്ഥാനങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ നമ്മളെ ചിന്താഗതി മാറേണ്ടതായിട്ടുള്ളൊരു സമയം എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എ ടൈം വെൻ വി ഹാവ് ടു ഷെഡ് അവർ ഫിയേഴ്സ്, നമ്മളുടെ പേടികളെ നമ്മൾ ഷെഡ് ചെയ്യണം, ഒഴിവാക്കണം. ആൻഡ് ഗീവ് ഹോപ്പ് ടു ഈച്ച് അതർ, പരസ്പരം തന്നെ നമ്മളൊരു ആശ്വാസം പകരേണ്ട ടൈം എത്തിക്കഴിഞ്ഞു. ദാറ്റ് ടൈം ഹാസ് നൗ അറൈവ്ഡ്, ആ സമയം ഇതാ ഇപ്പം എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഐ കോൾ ഓൺ വേൾഡ് ലീഡേഴ്സ് ടു എക്സ്പാൻഡ് ഡെമോക്രാറ്റിക് space and build fair and just society that allow the creativity and energy of their citizen to flourish. ഞാൻ എല്ലാ ലീഡേഴ്സിനോടും ഒരു ഇത് കമൻറ്റ് പോലെ പറയണം, എല്ലാ ലീഡേഴ്സിനോടും പറയുകയാണ്. ഫ്ലോറിഷ് എന്ന് വെച്ചാൽ വളരുക. അപ്പോൾ നമ്മളുടെ ജനങ്ങൾക്ക് വളരാനുള്ളൊരു അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ എനർജിയും ഒക്കെ വളർത്താനുള്ളൊരു സൊസൈറ്റിയും ഒരു ഫെയർ സ്പേസും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ലീഡേഴ്സിനോട് അവർ പറയുകയാണ്. ഐ വുഡ് ലൈക്ക് ടു കോൾ ഓൺ യങ് പീപ്പിൾ ടു കമ്മിറ്റ് ദംസെൽസ് ടു ആക്ടിവിറ്റീസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് അച്ചീവിങ് ദെയർ ലോങ് ടേം ഡ്രീംസ്. പിന്നെ യങ് പീപ്പിളിനോട് ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ ആക്ടിവിറ്റീസിൽ, ഓരോ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യണം, അതായത് കോൺട്രിബ്യൂട്ട് ചെയ്യണം, അവർ കമ്മിറ്റ്മെൻറ്റ് വഹിക്കണം. ഓരോ ആക്ടിവിറ്റീസിനോട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ലോങ് ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി, അവരുടെ ലോങ് ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതിലൊക്കെ അവർ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം എന്നാണ് എനിക്ക് ജനറേഷനോട് പറയാനുള്ളത്. ദേ ഹാവ് ദി എനർജി ആൻഡ് ക്രിയേറ്റിവിറ്റി ടു ഷേപ്പ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഈ യങ് ആയിട്ടുള്ള തലമുറകൾക്കാണുള്ളത് നല്ല എനർജിയും ക്രിയേറ്റിവിറ്റിയും ഉള്ളത്. സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ഒരു മുന്നോട്ടുള്ളതിന് വേണ്ടിയിട്ട് കൂടുതൽ എനർജിയും ക്രിയേറ്റിവിറ്റിയും യങ് പീപ്പിൾസിനാണുള്ളത്. ടു ദ യങ് പീപ്പിൾ ഐ സേ യു ആർ എ ഗിഫ്റ്റ് ടു യുവർ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻഡീഡ് ദ വേൾഡ്. ഞങ്ങൾക്ക് യങ് പീപ്പിളിനോട് പിന്നെ പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റീനോടും അതേപോലെ വേൾഡിനും കിട്ടിയിട്ടുള്ളൊരു മഹത്തായ ഒരു ഗിഫ്റ്റാണ്. യു ആർ അവർ ഹോപ്പ് ആൻഡ് അവർ ഫ്യൂച്ചർ. നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ഭാവിയും. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എക്സലൻസസ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, പിന്നെ അവിടെ അഡ്രസ്സ് ചെയ്യാണ്, അവിടെ ഇരിക്കുന്നവരൊക്കെ എക്സലൻസസ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് പറഞ്ഞ് പിന്നെ അവരെ അഡ്രസ്സ് ചെയ്യാണ്. ആസ് ഐ കൺക്ലൂഡ് ഐ റിഫ്ലക്ട് ഓൺ മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് വെൻ ഐ വുഡ് വിസിറ്റ് എ സ്ട്രീം നെക്സ്റ്റ് ടു അവർ ഹോം ടു ഫെൻച്ച് വാട്ടർ ഫോർ മൈ മദർ. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എന്താണ് ആലോചിക്കുന്നത്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അടുത്തുള്ള സ്ട്രീം എന്ന് വെച്ചാൽ അരുവി, ഓക്കെ, സ്ട്രീം എന്ന് വെച്ചാൽ അരുവിയിൽ പോയിട്ട് വെള്ളം കൊണ്ടുവന്നിരുന്നത്, ഫെച്ച് എന്ന് വെച്ചാൽ കൊണ്ടുവരിക എന്നാണ്. അപ്പോൾ അമ്മക്ക് വേണ്ടിയിട്ട് അടുത്തുള്ള അരുവിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിരുന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഐ വുഡ് ഡ്രിങ്ക് വാട്ടർ സ്ട്രേറ്റ് ഫ്രം ദ സ്ട്രീം. ആ സ്ട്രീമിൽ നിന്ന്, ആ അരുവിയിൽ നിന്ന് വെള്ളം ഞാൻ ഡയറക്റ്റായിട്ട് കുടിക്കുമായിരുന്നു. പ്ലേയിങ് എമംഗ് ദി arrowroot leaves, I tried in vain to pick up shreds of frogs' eggs, believing they were beads. അപ്പോൾ ആരോറൂട്ടിൻ്റെ ഇലകൾ എടുത്തിട്ട് അത് വെച്ചിട്ട് കളിക്കാറുണ്ട്. പിന്നെ പറയുന്നത് എന്താ, ഐ ട്രൈഡ് ഇൻ വെയിൻ ടു പിക്ക് അപ്പ് സ്ട്രേറ്റ്സ് ഓഫ് ഫ്രോഗ്സ് എഗ് ബിലീവിങ് ദേ വേർ ബീഡ്സ്. അവർ വെയിൻ എന്നുള്ളതിൻ്റെ അർത്ഥം വെറുതെ, ഓക്കെ. സ്ട്രെഡ്സ് എന്ന് വെച്ചാൽ കുറേ ഉള്ളതിനാണ് സ്ട്രെഡ്സ് എന്ന് പറയുന്നത്. തീരത്തടയുന്ന ഈ ഫ്രോഗിൻ്റെ എഗ്ഗുകളൊക്കെ അവർ തൊട്ട് നോക്കും. ബീഡ്സ് എന്ന് വെച്ചാൽ മുത്തുകളാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മുത്തുകളാണെന്ന് വിചാരിച്ചിട്ട് ഈ ഫ്രോഗ്സിൻ്റെ എഗ്ഗുകൾ അവർ തൊട്ട് നോക്കാറുണ്ട്. ബട്ട് എവറി ടൈം ഐ പുട്ട് മൈ ലിറ്റിൽ ഫിംഗർ അണ്ടർ ദം ദേ വുഡ് ബ്രേക്ക്. ഞാൻ എപ്പോൾ അത് തൊടാൻ ശ്രമിക്കുമ്പോഴും അത് പൊട്ടാറുണ്ട്. ലേറ്റർ ഐ സോ തൗസൻഡ്സ് ഓഫ് ടാഡ്പോൾസ് ബ്ലാക്ക് എനർജറ്റിക് ആൻഡ് wriggling through the clear water against the background of the brown earth.
പിന്നീട് അവർ എന്താ പറയുക, ഇപ്പോൾ ടാഡ്പോൾസ് എന്ന് വെച്ചാൽ വാൽമാക്രികൾ, അതായത് തവള കുഞ്ഞുങ്ങളെയാണ് പറയുന്നത് കേട്ടോ ടാഡ്പോൾസ് എന്നുള്ളത്. അങ്ങനത്തെ ബ്ലാക്ക് എനർജറ്റിക് ആയിട്ടുള്ള ടാഡ്പോൾസിനെ കണ്ടിട്ടുണ്ട്. വ്രിഗലിംഗ് എന്ന് വെച്ചാൽ അവരിങ്ങനെ പിടയുന്നത്, അവരിങ്ങനെ അതിലൂടെ ആ വെള്ളത്തിലൂടെ ഇങ്ങനെ 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 ചലിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്രയും ക്ലിയർ ആയിരുന്നു വെള്ളം, അതായത് എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അടിയിൽ നടക്കുന്ന, വെള്ളത്തിൻ്റെ അടിയിൽ നടക്കുന്ന എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദിസ് ഈസ് ദി വേൾഡ് ഐ ഇൻഹെറിറ്റഡ് ഫ്രം മൈ പാരൻസ്. എൻ്റെ പാരൻസിൽ നിന്ന് കിട്ടിയ വേൾഡ് ഇങ്ങനെയായിരുന്നു. അതായത് എനിക്ക് വെള്ളത്തിൻ്റെ അടിയൊക്കെ കാണാമായിരുന്നു, ആ വെള്ളം കുടിക്കാമായിരുന്നു, അവിടെ ഹാരോ റൂട്ട് ലീവ്സ് വെച്ചിട്ട് കളിക്കാമായിരുന്നു, എല്ലാം തൊടാമായിരുന്നു. ഇങ്ങനത്തെ ഒരു വേൾഡാണ് എനിക്ക് എൻ്റെ പാരൻസ് തന്നിട്ടുണ്ടായിരുന്നത്. ഇൻഹെറിറ്റഡ് എന്ന് വെച്ചാൽ പാരമ്പര്യമായ എന്നാണ് കേട്ടോ ഇൻഹെറിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നമുക്ക് തന്നിട്ടുള്ള വേൾഡ് അത്രയും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ടുഡേ ഓവർ 50 years later the streams has dried up. Women walk long distance for water which is not always clean and children will never know what they have lost. ഇപ്പോൾ 50 വർഷങ്ങൾക്ക് ശേഷം ഞാൻ നോക്കുമ്പോൾ ഈ സ്ട്രീംസിൽ ഈ അരുവികളൊക്കെ ഡ്രൈഡ് ആണ്, അതായത് അതിലൊന്നും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഈ സ്ത്രീകൾക്കൊക്കെ കുറേ ദൂരം നടന്ന് വേണം വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ക്ലീൻ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ ദൂരം നടക്കേണ്ട അവസ്ഥയാണ്. ഈ കുട്ടികൾക്ക് അറിയുന്നില്ല അവർക്ക് എന്താണ് നഷ്ടമായത് എന്നറിയുന്നില്ല, കാരണം നല്ലൊരു ഭാവി ഇല്ലാതായത് അവരെ അറിയുന്നില്ല എന്ന് പറയുന്നത്. The challenge is to restore the home of the tadpoles and give back to our children a world of beauty and wonder. അപ്പോൾ ഇതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ വെള്ളമൊക്കെ തിരിച്ച് നല്ലൊരു ക്ലീൻ വാട്ടർ കൊണ്ടുവരിക, ഈ ടാഡ്പോൾസിനൊക്കെ ജീവിക്കാൻ പറ്റുന്ന, അവരുടെ ഹോമാണല്ലോ അത്, അപ്പോൾ അവർക്കൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു ക്ലീൻ വാട്ടർ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചിൽഡ്രൻസിന്, നമ്മളുടെ കുട്ടികൾക്ക് നല്ലൊരു വേൾഡ് ഉണ്ടാക്കുക എന്നുള്ളതും ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് അവരുടെ വേർഡ്സ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവർ ആ സ്പീച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വെങ്കാരി മത്തേൻ്റെ സ്പീച്ച്. അപ്പോൾ നമ്മളുടെ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്നുള്ള സ്റ്റോറി ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇതൊരു സ്പീച്ചാണ് വെങ്കാരി മത്തായിയുടെ. അത് എന്തിനെ കുറിച്ച് എവിടെ നടത്തുന്ന സ്പീച്ചാന്ന് വെച്ചാൽ അവർക്ക് നൊബേൽ പ്രൈസ് റിസീവ് ചെയ്യുമ്പോൾ അവർ താങ്ക്ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.